IDFിനും ചീഫ് ഓഫ് സ്റ്റാഫിനുമെതിരെ സർക്കാർ പ്രതിനിധികൾ നടത്തിയ ആക്രമണം ഇസ്രായേൽ മാധ്യമങ്ങളും വൻ പ്രാധാന്യത്തോടെയാണ് നൽകിയത്. അതിനിടെ യുദ്ധാനന്തരം ഗസയിലെ പുനർനിർമ്മാണം സംബന്ധിച്ച പദ്ധതി യോഗത്തിൽ അവതരിപ്പിച്ചു. അറബ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ബഹുരാഷ്ട്ര കൂട്ടായ്മ ഒരുക്കുമെന്നാണ് യുദ്ധമന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കിയത്. ഭരണം ഹമാസിനെ ഏൽപ്പിക്കില്ല. അവർക്ക് ഗാസയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. യുദ്ധാനന്തര ഗാസയിലെ കാര്യങ്ങളിൽ ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. എന്നാൽ ഇസ്രായേലി കുടിയേറ്റം ഉണ്ടാവില്ല. ഗസ നിവാസികൾ ഫലസ്തീനികളാണ്. അതിനാൽ ഇസ്രായേലിനെതിരെ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ ഉണ്ടാവില്ലെന്ന വ്യവസ്ഥയോടെ ഫലസ്തീനികൾക്കായിരിക്കും ഭരണ ചുമതല നൽകുകയെന്നും ഗാലന്റ്സിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രായേലിന്റെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുവാൻ അതിർത്തികളിൽ ഈജിപ്തും ഇസ്രായേലും US-ഉം ചേർന്ന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേതുപോലെ തന്നെ ഏത് സമയവും ഗസയിൽ എവിടെയും ഇസ്രായേൽ സൈന്യത്തിന് പരിശോധന നടത്താനാകും. തങ്ങളുടെ മുന്നിലുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണിത്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുമെന്നും ഗാലന്റ് പറഞ്ഞു.